കുവൈറ്റില് ഇന്നലെ നടന്ന അപകടത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നോർക്കയുടെ ഹെൽപ്പ് ഡെസ്കിൽ നിന്നും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. നിലവിൽ 45 ഇന്ത്യക്കാരുടെ ഭൌതിക ശരീരങ്ങളാണ് തിരിച്ചറിയൽ പ്രക്രിയ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതില് കേരളത്തിൽ നിന്നുള്ള 23 പ്രവാസികൾ ഉൾപ്പെടുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 22 പ്രവാസികളുമുണ്ട്. ഈ 45 പേരുടെയും ഭൗതിക ശരീരങ്ങൾ നാട്ടിലേക്ക് അയക്കുവാനുള്ള പ്രോട്ടോകോൾ നടപടികൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പേപ്പർ വർക്കുകളുമൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ ഈ രാത്രിയിൽ തന്നെ ഈ 45 ഇന്ത്യക്കാരുടെയും ഭൗതിക ശരീരം ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഇതില് 23 കേരളീയരായ പ്രവാസികളുടെ ഭൗതിക ശരീരങ്ങൾ നാളെ രാവിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തുന്നതാണ്. ഇത് സംബന്ധിച്ച് അവിടെ എത്തിച്ചേരുന്ന പ്രവാസികളുടെ ഭൗതിക ശരീരം നമുക്ക് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും ഒപ്പം നോർക്കയുടെയും നോർക്ക റൂട്ട്സിന്റെയും ഒക്കെ പേരിൽ അന്ത്യോപചാരം അർപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേരുന്ന മലയാളികളായ പ്രവാസികളുടെ ഭൗതിക ശരീരങ്ങൾ അവരുടെ സ്ഥലത്തേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതിനുള്ള നോർക്കയുടെ ആംബുലൻസുകൾ സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ആംബുലൻസുകൾ വഴി ഇത് അവരുടെ സ്വദേശത്തേക്ക് എത്തിക്കുന്നതും ഇതിനുള്ള ഏകോപനം അതായത് ജില്ലാ കളക്ടർമാരും റവന്യൂ ഉദ്യോഗസ്ഥരും അതിനുവേണ്ട ഉചിതമായ നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അതുകൊണ്ട് തന്നെ നാളെ തുടങ്ങുന്ന ലോക കേരള സഭയുടെ സമ്മേളനം തന്നെ ഈ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം മാത്രം ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഏകദേശം 3 മണിയോടുകൂടി മാത്രമേ ആരംഭിക്കുകയുള്ളൂ. ഇത് സംബന്ധിച്ച് എനിക്ക് അത് കൃത്യമായിട്ട് സംബന്ധിച്ചിട്ടുള്ള പറയാൻ പറ്റുന്നില്ല. ഇന്ത്യൻ എയർഫോഴ്സിന്റെയും കുവൈറ്റ് എയർവേസിന്റെയും വിമാനങ്ങളെ കുറിച്ച് പറയുന്നു. എന്റെ കൃത്യമായ വിവരം ഇപ്പോൾ ലഭ്യമല്ല. ഇപ്പോൾ ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്നത് രാവിലെ 8:30 കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇല്ല, അത് 23 ഇപ്പോഴും നിൽക്കുന്നത്. 23 മലയാളികളുടെ ഭൗതിക ശരീരങ്ങളെ തിരിച്ചറിയൽ പ്രക്രിയ പൂർത്തിയായിട്ടുള്ളൂ. 2 പേരുടേത് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അവരുടെ തിരിച്ചറിയൽ പ്രോസസ് പൂർത്തിയായിട്ടില്ല. അവരുടെ അത് സംബന്ധിച്ച് വിവരങ്ങൾ ഇപ്പം ലഭ്യമല്ല. അവരിപ്പോഴും ICUവിൽ തുടരുന്നു എന്നാണ് എനിക്ക് ലഭിച്ച വിവരം. പക്ഷെ 45ഓളം പേര് ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം. ഏത് അതും കൃത്യമായിട്ട് കിട്ടുന്നില്ല, അതും അറിയുന്നില്ല. പ്രതിനിധികൾ പോവാൻ ശ്രമിച്ചിരുന്നു. മന്ത്രിയും
ഒപ്പം നമ്മുടെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ പോകാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അനുമതി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് യാത്ര ഇതുവരെ സാധ്യമായിട്ടില്ല എന്നാണ്. എനിക്ക് ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല എന്നാണ് എന്റെ അറിവ്. അത് സംബന്ധിച്ച് എന്തെങ്കിലും ഇടപെടലുണ്ടാകുന്നുണ്ടോ? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഇനി അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഇനിയും 2 പേരുടെ കൂടി തിരിച്ചറിയൽ പ്രക്രിയ പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത ആൾക്കാരുടെ കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പം ആ കാര്യങ്ങളിലേക്കൊക്കെ ഒക്കെ പരിശോധിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ നോർക്കയുടെ ഹെൽപ്പ് ഡെസ്ക് അവിടെ അതിനുള്ള ഏകോപനം ഇപ്പോൾ തന്നെ ചെയ്തു വരുന്നുണ്ട്. അത് തുടരുന്നതായിരിക്കും. അല്ല, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്നും നമുക്ക് കിട്ടിയ അറിവനുസരിച്ചിട്ട് രാവിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഏകദേശം 8:30 മണിയോടുകൂടി വിമാനം എത്തുമെന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. അല്ല, ഇവിടെ വരുന്നത് അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉള്ള മരിച്ച പ്രവാസികളുടെ ഭൗതിക ശരീരവും ഇവിടെയാണ് എത്തുന്നത്. അടുത്ത സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് മരണപ്പെട്ട പ്രവാസികളുടെ ഭൗതിക ശരീരവും കൊച്ചിയിലേക്കാണ് എത്തിക്കുന്നത്. അത് എറണാകുളം ജില്ലാ കളക്ടർ എന്ന നേതൃത്വത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അവരുടെ ഭൗതിക ശരീരങ്ങൾ അയക്കുന്നതിനുള്ള ഏകോപനം നടന്നു വരുന്നുണ്ട്.